ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പതിവ് പോലെ തന്നെ രാവിലെ എണീറ്റ് ചെറിയ ചെറിയ പണികളൊക്കെ ഒതുക്കി നേരെ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടോ, വെയിൽ വരുന്നതിന് മുന്നേ തന്നെ. അപ്പോൾ ചെടി നനയ്ക്കാനും ചെടികളെടുത്തുകൂടിയൊക്കെ ഒന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ടൊക്കെ ഞാൻ എന്തായാലും ബാക്കി പണികളൊക്കെ നോക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യമോൻ എണീക്കുന്നതിന് മുന്നേ തന്നെ ചെടികളെടുത്ത് പോയിട്ട് തിരിച്ചു പോരും. കാരണം ആദ്യമോൻ എണീറ്റാൽ അവന് പിന്നെ പൂ പറിക്കണം, മുളകാണിച്ച മുളക് പറിക്കേണ്ടി വരും, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളതിനെ കൊണ്ട് ഞാൻ അവൻ എണീക്കുന്നതിന് മുന്നേ എൻ്റെ അവിടുത്തെ ചെടികളെ കൂടുള്ള ഒരു പണിയെന്ന് അറിയുന്നതൊക്കെ കഴിച്ചിട്ട് പോരും കേട്ടോ. അപ്പം കറ്റാർവായൊക്കെ നന്നായി പോളയൊക്കെ വലുതായിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളകിൻ്റെ തൈകളൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, വിത്ത് പാകി മുളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടിയൊക്കെ വലിപ്പം വെച്ചിട്ട് മാറ്റി കുഴിച്ചിടാമെന്ന് വിചാരിച്ച് വെച്ചതാട്ടോ. അപ്പോൾ ഇപ്പോൾ എന്താ അറിയില്ല, എനിക്കിങ്ങനെ ചെറിയ രീതിയിലായാലും ചെടികളൊക്കെ ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ വിത്തൊക്കെ പാകി വെണ്ടയായാലും കയ്പയായാലും പയറായാലും അങ്ങനെയൊക്കെ ഓരോന്ന് ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം കഴിയുന്ന രീതിയിലൊക്കെ ഉണ്ടാക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. എന്താവുന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പം ഇത് കുറച്ച് ചെട്ടി വിത്ത് പാകിയിട്ട് അത് മുളച്ചിട്ടുണ്ട്. അതും ഇതുപോലെ കുറച്ചും കൂടിയൊക്കെ ഒന്ന് വലിപ്പം വെച്ചിട്ട് മാറ്റി കുഴിച്ചിടാൻ വിചാരിച്ചിട്ടാട്ടോ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ കടയിൽ നിന്ന് വാങ്ങിയ ചീരേൻ്റെ വേരുള്ള ഭാഗം നോക്കി ഒരു 4-5 കൊമ്പുകൾ അങ്ങനെ കുഴിച്ചിട്ടിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ 2 എണ്ണത്തിൽ മാത്രം ഇതുപോലെ ഒരു തേപ്പ് വന്ന് ഒരു 3-4 ഇലയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കൂടുതലായിട്ട് ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. എന്തായാലും എന്താ പറയുക, അവിടെ കിടക്കട്ടെ, എന്തായാലും ഉണ്ടാവുമായിരിക്കും. പിന്നെ ചെട്ടിക്ക് എന്താ വെച്ചാൽ അധികം വലിപ്പവും കൂടുതൽ ഇലയൊന്നും ഉണ്ടായില്ല, പക്ഷേ നന്നായിട്ട് പൂക്കളുണ്ടായിട്ടുണ്ട് കേട്ടോ. അത് നന്നായി മുട്ട കെട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇനി വിരിയാൻ വേണ്ടിയിട്ട്. ഈ പൂവിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ സത്യത്തിൽ. എനിക്ക് മിക്ക ചെടികളെ പേരും അറിയില്ല, പക്ഷേ എന്താ പറയുക, വളർത്താൻ ഇഷ്ടമാണ്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല. പക്ഷേ ഈ 2 ചെടികളെ ഒരു പൂവിൻ്റെ നിറം എന്നറിയാൻ ഈ റെഡ് ഭയങ്കര ഒരു അട്രാക്ഷൻ തോന്നുന്ന റെഡാട്ടോ. എന്തായാലും അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യേണ്ടി. പിന്നെ ഈ കുറ്റിച്ചെടി, ഞാൻ ഈ കുറ്റിച്ചെടി എന്നൊക്കെ ആട്ടോ ഇതിന് പറയില്ല. ഈ കുറ്റിച്ചെടി സൈഡിലായിട്ട് കുഴിച്ചിട്ട് അതും നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടിയൊക്കെ നീട്ടം വെച്ചിട്ട് ഓരോ കൊമ്പാക്കി കഷ്ണം മുറിച്ച് മാറ്റി കുഴിച്ചിടണം എന്ന് വിചാരിക്കുന്നു കേട്ടോ. പിന്നെ ഇതെന്ന് വെച്ചാൽ കടയിൽ നിന്ന് വാങ്ങിയ ഉരുളക്കിഴങ്ങിൻ്റെ അകത്ത് ഒരു മുള വന്ന ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു. അത് ഇതുപോലെ കുഴിച്ചിട്ടപ്പോൾ ചെടിക്കായുണ്ട്. പിന്നെ നമ്മുടെ കറിവേപ്പില ഇപ്പം കൂടുതലായിട്ട് ഇലയൊക്കെ വന്ന് സെറ്റായി വരുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ റോസാപ്പൂ എന്ന് വെച്ചാൽ ചെടി ഒരുപാട് അങ്ങ് വലുതായിട്ടൊന്നും കാര്യങ്ങളായിട്ടൊന്നുമില്ല, എന്നാലും കുറേ പൂവുണ്ടായിരുന്നു കേട്ടോ. ഒരു 10 പൂവൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. കാരണം അത്യാവശ്യം നന്നായി പൂവിട്ടിരുന്നു കേട്ടോ. ഇനി വിരിയാൻ വേണ്ടി കുറേ മുട്ടും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ വീട്ടിലുള്ള ആദ്യമേ ഉള്ളൊരു മുളകും തൈയാണ്. പക്ഷേ അങ്ങനെ മുളക് അധികമൊന്നും ഉണ്ടാവാറില്ല. പക്ഷേ എന്താ പറയുക, ഇപ്പം നന്നായി പൂവൊക്കെ ഇട്ട് കായ്ച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ മുളക് അന്നത്തെ ആവശ്യത്തിന് വേണ്ടി 1-2 ആയിട്ട് പറിക്കാറാട്ടോ. അപ്പോൾ നമ്മൾ അവിടെ വെച്ചിട്ട് കാര്യമില്ല, അങ്ങനെ മൂക്കുന്നതിനനുസരിച്ച് പറിച്ചെടുക്കണമല്ലോ. പിന്നെ ഇത് കുറച്ച് ചെറുപയർ മുളപ്പിച്ചതാണ്. അപ്പോൾ അത് പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് മാറ്റി കുഴിച്ചിടാൻ വേണ്ടി മാറ്റി വെച്ചതായിരുന്നു കേട്ടോ. പക്ഷേ പൂവിട്ടു. ഇനി മാറ്റി കുഴിച്ചിടാൻ പറ്റുമോ എന്നുള്ളത്, മാറ്റി കുഴിച്ചിട്ടാൽ എന്താ സംഗതി എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ അച്ഛനോട് ചോദിച്ചിട്ട് ചെയ്യാൻ വിചാരിച്ചിട്ടാട്ടോ. പിന്നെ ഇത് കുറച്ച് ചീര വിത്ത് പാകിയതാണ്. അതിൻ്റെ അടുത്തൊരു വെണ്ട തൈ ഉണ്ട് കേട്ടോ. അതും കുറച്ചും കൂടി വലുപ്പമൊക്കെ വെച്ച് മാറ്റി കുഴിച്ചിടാൻ വിചാരിച്ചു. പിന്നെ ഒരു തക്കാളി തൈ ഉണ്ട്. പിന്നെ എൻ്റെ വെള്ളരിയും വത്തക്കയും കൂടിയുള്ളൊരു ചെറിയൊരു കൃഷിയുടെ കേട്ടോ. അതും ഇങ്ങനെ വള്ളിയൊക്കെ വന്ന് ഇങ്ങനെ പടർന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ വേറൊരു മുളകും തൈ കേട്ടോ. ഇതിൻ്റെ മുളക് അങ്ങനെ ഉണ്ടാവാറില്ല, പക്ഷേ ഇപ്പം അത്യാവശ്യം നന്നായി മുളകൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു തോണ എന്ന് പറയുന്ന പോലെ വേറൊരു മുളകും തൈ ഉണ്ട്. പക്ഷെ അത് എന്താ പറയുക, വലിപ്പവും വെക്കുന്നില്ല, ഇല പോലും മര്യാദയ്ക്ക് ഉണ്ടാകുന്നില്ല. അതിൻ്റെ എപ്പോഴും 2 മുളകിൽ കൂടുതൽ അങ്ങനെ ഉണ്ടാവാറില്ല, 2-3 അതിൽ കൂടുതൽ ഉണ്ടാവാറില്ല എന്നുള്ളതാണ് സത്യം. വളമിട്ടെടുക്കായിട്ടൊന്നല്ല കേട്ടോ, മറ്റേനൊക്കെ ഇട്ടെടുക്കുമ്പോൾ ഇതിനിട്ട് കൊടുക്കാറുണ്ട്. പക്ഷേ എന്തോ എല്ലാം ഒരുപോലെ ആവില്ലല്ലോ. പിന്നെ അവക്കാഡോൻ്റെ തൈകളുണ്ട്, ഒരു മാവും തൈ ഉണ്ട്. അങ്ങനെ കുറച്ച് കൃഷികൾ വേറെ കേട്ടോ. പിന്നെ ഈ ചെമ്പരത്തി എന്ന് വെച്ചാൽ ഈ ഓറഞ്ച് തട്ട് ചെമ്പരത്തി ഉണ്ട് കേട്ടോ. അതൊക്കെ ഉണ്ടോ, അതിൻ്റെ അതേ തൈയിൽ തന്നെ ഉണ്ടായതാട്ടോ ഈ ചുവന്ന ഒറ്റത്തട്ട് ചെമ്പരത്തി. അപ്പോൾ അതെന്താ അങ്ങനെയെന്ന് എനിക്കറിയില്ല. അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. ഞാൻ അത്രയ്ക്കും വലിയ കർഷികയൊന്നുമല്ല, അതിനെക്കൊണ്ടാണ് അറിയുന്നവർ